ഇന്ന് കാലത്ത് ചില മാധ്യമപ്രവർത്തകർ ദേശാഭിമാനിയുടെ ഞായറാഴ്ച പതിപ്പ് ഇന്നത്തെ പത്രത്തോടൊപ്പം ഇല്ലാത്തത് സംബന്ധിച്ച് എന്നോട് അന്വേഷിക്കുകയുണ്ടായി. അതിൽ അത്ഭുതകരമായി തോന്നിയൊരു കാര്യം, യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾ ഈ കാര്യം ആരാഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളെ കാണാമെന്ന് നിശ്ചയിച്ചത് പല മാധ്യമങ്ങളിലും പലതരത്തിൽ അതിങ്ങനെ വാർത്തയായി വരുന്നത് കണ്ടപ്പോഴാണ്. മാധ്യമപ്രവർത്തകർ ചോദിച്ച കാര്യം, സഖാവ് VSന്റെ അനുസ്മരണ കുറിപ്പ് ഒഴിവാക്കി ദേശാഭിമാനി, അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച പതിപ്പ് ഇറക്കിയില്ല, വാരാന്ത പതിപ്പ് ഇറക്കിയില്ല എന്നാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇങ്ങനെയൊരു ചോദ്യം കേട്ടപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ VSന്റെ ചരമദിനം 21-ാം തീയതിയാണ്. അതിനു മുൻപുള്ള ഞായറാഴ്ച എന്ന നിലയ്ക്ക് ഇന്നത്തെ സൺഡേ സപ്ലിമെൻറ്റും 21-ാം തീയതിയിലെ പത്രത്തിലെ VSന്റെ അനുസ്മരണ സംബന്ധിയായിട്ടുള്ള ഐറ്റവും സ്വാഭാവികമായും പത്രപ്രവർത്തകർക്കറിയാം, കാലേ കൂട്ടി തന്നെ എഡിറ്റോറിയൽ വിഭാഗം ഇതൊക്കെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാര്യങ്ങളെല്ലാം തീരുമാനമെടുത്ത് കഴിഞ്ഞതാണ്. 21-ൻ്റെ പത്രത്തിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രത്യേക പേജ് ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ ദേശാഭിമാനിയുടെ കൂടി ഭാഗമായിരുന്ന സഖാവ് KV സുധാകരൻ്റെ അനുസ്മരണ ലേഖനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അതിലൊന്നും യാതൊരു അവ്യക്തതയോ ആശങ്കയോ ഇല്ല. ഇതൊന്നും ഒഴിവാക്കിയ പ്രശ്നം ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. ഇന്ന് വാരാന്ത പതിപ്പ് അച്ചടിച്ച് ഇന്നത്തെ പത്രത്തോടൊപ്പം വിതരണം ചെയ്തിട്ടില്ല എന്നത് വസ്തുതയാണ്. അത് ഇന്നത്തെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, സാങ്കേതിക കാരണങ്ങളാൽ ഇന്ന് അച്ചടിച്ചിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥം ഇത് ഒഴിവാക്കിയെന്നല്ല. നാളത്തെ പത്രത്തോടൊപ്പം ഇത് ഉണ്ടാവും. ഇന്ന് അച്ചടിക്കാൻ കഴിയാത്ത സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. മറിച്ചുള്ളതെല്ലാം തീർത്തും തെറ്റായ എന്തോ ഊഹാപോഹങ്ങളോ തെറ്റായ എന്തെങ്കിലും വിവരം കിട്ടിയതോ ആയിരിക്കും. ഏതായാലും നമ്മോടൊപ്പം ഇല്ലാത്ത VSനെ പോലൊരാളെ ഇത്തരം ഒരു അടിസ്ഥാനവും ഇല്ലാത്ത വിവാദങ്ങളിലേക്ക് ദയവായി വലിച്ചിഴക്കരുത്. ദേശാഭിമാനിയെ സംബന്ധിച്ചും കേട്ടുകേൾവികളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഉചിതമായില്ല. പൂർണ്ണമായും ഈ വാർത്ത തെറ്റാണ്. അതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു വാർത്തയും വന്നതായിട്ട് കണ്ടു. അപ്പോൾ ഓരോ സമയത്തും അതത് സമയത്ത് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വാർത്തകൾ വരികയാണ്. ഇതിനിടയിൽ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു, അച്ചടിച്ച പത്രം കൊടുത്തില്ല. നിങ്ങൾ ഒരു മാധ്യമത്തിൽ നിന്ന് വിളിച്ച് എന്നോട് പറഞ്ഞ ആളും എന്നോട് പറയുന്നത് അച്ചടിച്ചു കൊടുത്തില്ല എന്നാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പ്രാഥമിക ധാരണ ഉണ്ടാക്കേണ്ടതാണ്. ഇപ്പോൾ പഴയതുപോലെയല്ല. ഇപ്പോൾ ഞായറാഴ്ച പതിപ്പും പത്രത്തോടൊപ്പമാണ് അച്ചടിക്കുക. പണ്ടൊക്കെ പ്രത്യേകമായി അച്ചടിച്ചിട്ട് പത്രത്തിലേക്ക് ഇതുകൂടി ചേർത്ത് വെച്ചിട്ടല്ലേ കൊടുത്തിരുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പത്രം അച്ചടിക്കുമ്പോൾ ഞായറാഴ്ച പതിപ്പ് കൂടി അച്ചടിച്ച് ഒരുമിച്ചാണ് വരിക, മെഷീനിൽ നിന്ന് വരിക. രണ്ടായി കൊടുത്താൽ വിതരണക്കാരിപ്പോൾ അത് വിതരണം ചെയ്യില്ല. അവർക്ക് പറ്റില്ല ഇത് വെക്കാൻ. നിങ്ങളിൽ ചിലർ പത്രങ്ങൾ കൂടി നടത്തുന്ന മാനേജ്മെൻ്റ് ആണല്ലോ, അവിടെ അന്വേഷിച്ചാൽ അറിയും. ഒരുമിച്ചാണ് അച്ചടിക്കുക. അപ്പോൾ അച്ചടിച്ചിട്ടേ ഇല്ല. അച്ചടിക്കാത്തതാണ് സാങ്കേതികമായ കാരണം. ഇനി അത് പറയാനും പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. ഞാൻ എല്ലാ ഡീറ്റെയിൽസിലേക്കും അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ടാണ്.